അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1-ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ 10-ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുൽ ആഷിറു, പാഠം 10, അൽ അയ്യാമു വശുഹൂർ, ദിവസങ്ങളും മാസങ്ങളും. അയ്യാം എന്ന് വെച്ചാൽ എന്താണ്? ദിവസങ്ങൾ എന്നാണ് അർത്ഥം. ഷുഹൂർ എന്ന് വെച്ചാൽ ഷെഹ്റുൻ, മാസങ്ങൾ എന്നാണ് അർത്ഥം. എത്ര ദിവസങ്ങളുണ്ട്? നമുക്ക് 7 ദിവസങ്ങളുണ്ടല്ലേ. എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ദിവസങ്ങൾക്ക് അറബിയിൽ എന്താണ് പറയുന്നതെന്നും അതുപോലെ തന്നെ മാസങ്ങൾക്ക് അറബിയിൽ എന്താണ് പറയുന്നതെന്നും നമുക്ക് നോക്കാം. നോക്കിയേ, വാഹിദ് ഒന്നാമത്തേത് യൗമുൽ അഹദ്. യൗമുൽ അഹദ്, യൗമുൽ അഹദ് എന്താണ്? ഞായറാണല്ലേ. ഞായർ, സൺഡേ. ഇസ്നാനി രണ്ടാമത്തേത് യൗമുൽ ഇസ്നൈൻ. യൗമുൽ ഇസ്നൈൻ, യൗമുൽ ഇസ്നൈൻ എന്താണ്? തിങ്കൾ, മൺഡേ ആണല്ലേ. അടുത്തത് സലാസത്തുൻ. സലാസ, യൗമു സലാസ. യൗമു സലാസ എന്താണ്? ചൊവ്വ, ട്യൂസ്ഡേ. അർബ നാലാമത്തേത് യൗമുൽ അർബിഅ. യൗമുൽ അർബിഅ ബുധൻ, വെനസ്ഡേ. ഖംസ യൗമുൽ ഖമീസ്. യൗമുൽ ഖമീസ് വ്യാഴം, തേഴ്സ്ഡേ. സിത്ത യൗമുൽ ജുമുഅ. ആറാമത്തെ ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം, ഫ്രൈഡേ. അടുത്തത് സബഅ. സബഅ ഏഴാമത്തെ ദിവസം ഏതാണ്? യൗമുസ്സബ്ത്. യൗമുസ്സബ്ത്, യൗമുസ്സബ്ത് എന്താണ്? ശനിയാണല്ലേ, സാറ്റർഡേ. അപ്പോൾ ദിവസങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കിയാലോ. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലസാ, യൗമുൽ അർബിഅ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത്. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സലാസാ, യൗമുൽ അർബിഅ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത്. അപ്പോൾ ദിവസങ്ങൾക്ക് എന്താണ് പറയുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. യൗമുൽ അഹദ് ഏത് ദിവസമാണ്? സൺഡേ. യൗമുൽ ഇസ്നൈൻ മൺഡേ. യൗമുൽ സലാസ ട്യൂസ്ഡേ. യൗമുൽ അർബിഅ വെനസ്ഡേ. യൗമുൽ ഖമീസ് തേഴ്സ്ഡേ. യൗമുൽ ജുമുഅ ഫ്രൈഡേ. യൗമുൽ ജുമുഅ മറക്കത്തില്ലല്ലേ, ജുമുഅ ദിവസം ആയതുകൊണ്ടാണ്. അത് ഏതാ ജുമുഅ ദിവസം? ഫ്രൈഡേ അല്ലേ, വെള്ളിയാഴ്ച. അതുകൊണ്ട് അത് മറക്കത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. യൗമുൽ സബ്ത് ശനിയാണല്ലേ, സാറ്റർഡേ. അപ്പോൾ ഇനി നമുക്ക് മാസങ്ങളിലേക്ക് പോകാം. ഇംഗ്ലീഷ് മാസങ്ങളുണ്ട്, മലയാള മാസങ്ങളുണ്ട്, അതുപോലെ തന്നെ അറബി മാസങ്ങളും ഉണ്ടല്ലേ. അറബി മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മാസം ഏതാണ്? വാഹിദ്. ഒന്നാമത്തെ മാസം മുഹറം. അപ്പോൾ അറബിയിൽ ആദ്യ മാസം ഏതാണ്? അറബി മാസങ്ങളിൽ ആദ്യത്തെ മാസം മുഹറം ആണല്ലേ, മുഹറം. ഇസ്നാനി രണ്ടാമത്തെ മാസം ഏതാണ്? സഫർ. സലാസ റബീഉൽ അവ്വൽ. അർബഅ റബീഉൽ ആഖിർ. ഖംസ ജുമാദൽ ഊല. സിത്ത ജുമാദൽ ഉഖ്റ. സബഅ റജബ്. സമാനിയ ശഅബാൻ. തിസ്അ റമളാൻ. അശറ പത്താമത്തെ മാസം ഏതാ? ശവ്വാൽ. 11 ദുൽഖഅദ. 12 ദുൽഹിജ്ജ. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് മാസങ്ങൾ മാത്രം ഒന്ന് നോക്കാം. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. അപ്പോൾ ഒന്ന് നോക്കിയേ. മുഹറം ഒന്നാമത്തെ മാസമാണല്ലേ. സഫർ, റബീഉൽ അവ്വൽ കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ പറയാം. റബീഉൽ അവ്വൽ എന്താണ്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതാണല്ലേ ആ മാസത്തിൽ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ് നബി തങ്ങൾ ജനിച്ചത് അല്ലേ. അടുത്തത് റബീഉൽ ആഖിർ, ജുമാദൽ ഊല. ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ എന്ന് തന്നിരിക്കുന്നു. ജമാദൽ ആഖിർ എന്നും വരാറുണ്ട്. ജമാദൽ ആഖിർ എന്ന് വന്നാലും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ജമാദൽ അവ്വൽ എന്നും ജമാദൽ ആഖിർ എന്നും വരാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമൊന്നുമല്ല, ഒന്ന് തന്നെയാണ് കേട്ടോ. റജബ്, ഷഅബാൻ, റമളാൻ. റമളാൻ മാസം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ആർക്കും അറിയാതിരിക്കത്തില്ല. റമളാൻ മാസത്തിൽ
നോമ്പ് അനുഷ്ഠിക്കണം അല്ലേ? ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ് റമദാൻ മാസത്തിലെ നോമ്പല്ലേ. അടുത്തത് ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോകാറുണ്ടല്ലേ. അപ്പോൾ ആ ദുൽഹിജ്ജ എന്ന പേരിൽ തന്നെ ഹജ്ജ് ഓർത്തിരിക്കാനുണ്ടല്ലേ. അപ്പോൾ ഇത് ഇത്രയുമാണ് 12 മാസങ്ങൾ. അപ്പോൾ മാസങ്ങളുടെ പേരും പഠിച്ചു വയ്ക്കുക. മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖറ, റജബ്, ഷഅബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. അപ്പോൾ 12 മാസങ്ങളും പഠിച്ചു, 7 ദിവസങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. അറബിയിൽ പേരെഴുതാം. ഞായറിന് എന്താ പറയുന്നത്? യൗമുൽ അഹദ്. അപ്പോൾ യൗമുൽ അഹദ് എന്ന് ഇവിടെ എഴുതുക. ഇനി വെനസ്ഡേ എന്താണ്? ബുധൻ എന്താ പറയുന്നത്? യൗമുൽ അർബിഅ. അടുത്തത് ഫ്രൈഡേ ആണ്. ഫ്രൈഡേക്ക് എന്താ പറയുക? യൗമുൽ ജുമുഅ. അടുത്തത് ശനിയാണ്. ശനിയാഴ്ചയ്ക്ക് എന്ത് പറയും? യൗമുസ്സബത്ത്. അപ്പോൾ ഇതാദ്യം ഒന്ന് പറഞ്ഞു നോക്കണം. ഞായറാഴ്ച ഒന്നാമത്തെ ദിവസമായിട്ടാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അപ്പം ഞായറാഴ്ചയ്ക്ക് എന്താ? യൗമുൽ അഹദ്, വാഹിദ് അഹദ്, ഒന്നാമത്തെ ദിവസമേ. വെനസ്ഡേ എന്ന് പറയുന്നത് എത്രാമത്തെ ദിവസമാണ്? 4ാമത്തെ ദിവസമാണ് വെനസ്ഡേ വരുന്നത്. അതുകൊണ്ട് യൗമുൽ അർബിഅ. ഇനി ഫ്രൈഡേ വരുന്നത് 6ാമത്തെ ദിവസമാണ്. പക്ഷേ നമ്മൾ ഫ്രൈഡേ എന്താണ് പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കുന്നത്? ജുമുഅ ദിവസമാണെന്ന് ഓർത്ത് വെക്കും. അതുകൊണ്ട് തന്നെ യൗമുൽ ജുമുഅ. ഇനി ശനിയാഴ്ചയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു യൗമുസ്സബത്ത് എന്ന് പഠിച്ചു വെക്കണമെന്ന്. അപ്പോൾ യൗമുസ്സബത്ത് ഇവിടെ എഴുതുക. ഇനി നോക്കിയേ, രണ്ടാമത്തെ ആക്ടിവിറ്റി. മാസങ്ങൾക്ക് ചുമപ്പും ദിവസങ്ങൾക്ക് നീലയും കളർ നൽകാം. മാസങ്ങൾക്ക് റെഡ് കളറും ദിവസങ്ങൾക്ക് നീല കളറും, അതായത് ബ്ലൂ കളറുമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുഹറം മാസമാണോ ദിവസമാണോ? മാസമാണല്ലേ. മാസങ്ങൾക്ക് ഏത് കളറാണ് കൊടുക്കണ്ടേ? റെഡ് കൊടുക്കണം. അടുത്ത യൗമുൽ ജുമുഅ ദിവസമാണ്. യൗമെന്ന് തന്നെ അവിടെ തന്നെ വന്നിട്ടുണ്ട്. യൗമുൽ ജുമുഅ ദിവസമാണ്, അതുകൊണ്ട് അതിന് ബ്ലൂ കളർ കൊടുക്കുക. അടുത്ത ഷവ്വാൽ എന്താണ്? മാസമാണ്. റജബ് അതും മാസമാണ്, അതുകൊണ്ട് അതിന് രണ്ടിനും റെഡ് കളർ കൊടുക്കുക. യൗമുസ്സബത്ത് ദിവസമാണ്. യൗമു ഉയർത്ത് വന്നത് കണ്ടോ, അതുകൊണ്ട് അത് ദിവസമാണ്. ദിവസത്തിന് ബ്ലൂ കളർ കൊടുക്കുക. അപ്പോൾ 2 ബ്ലൂ കളറും 3 റെഡ് കളറും കൊടുക്കണം. ഇനി അടുത്തത് പൂരിപ്പിക്കാം. ഇവിടെ മാസങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഓർഡറിനനുസരിച്ച് പൂരിപ്പിക്കുക. മുഹറം, അടുത്തെന്താ? സഫർ, അടുത്തെന്താ? റബീഉൽ അവൽ, പിന്നെന്താ? റബീഉൽ ആഖിർ, പിന്നെന്താ വരുന്നത്? റബീഉൽ ആഖിർ കഴിഞ്ഞ് എന്താ വരുന്നത്? ജുമാദൽ ഊല കഴിഞ്ഞ് ജുമാദൽ ഉഖ്റ കഴിഞ്ഞിട്ട് എന്ത് വരും? റജബ്. അപ്പോൾ എന്തൊക്കെ എഴുതണ്ടേന്ന് മനസ്സിലായല്ലോ. മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ക്രമപ്പെടുത്താം. ഇവിടെ കുറച്ച് ദിവസങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ക്രമമായി എഴുതണം. യൗമുസ്സബത്ത് ശനിയാണ്, അത് ലാസ്റ്റാണ് എഴുതേണ്ടത്. യൗമുൽ ഖമീസ് വ്യാഴമാണ്. യൗമുസ്സലാസ ചൊവ്വയാണ്. യൗമുൽ അഹദ് ഞായറാണ്. യൗമുൽ അർബിഅ ബുധനാണ്. യൗമുൽ ഇസ്നൈൻ തിങ്കൾ. യൗമുൽ ജുമുഅ ഫ്രൈഡേ. അപ്പോൾ ഇതൊന്ന് കറക്റ്റിന് എഴുതുമ്പോൾ എങ്ങനെ വരും? യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുസ്സലാസ, യൗമുൽ അർബിഅ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുസ്സബത്ത്, ഇങ്ങനെ വരും. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാമല്ലോ. അപ്പോൾ ഇനി ആരുടെ ഹെൽപ്പ് വേണ്ടല്ലോ, എഴുതിക്കോളുമല്ലോ. അപ്പോൾ പാഠഭാഗം എന്താണെന്ന് നന്നായി മനസ്സിലായല്ലോ. പാഠഭാഗവും ചോദ്യോത്തരങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ കിതാബ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി പരീക്ഷയൊക്കെ നല്ല വൃത്തിയായിട്ട് എഴുതണം. നല്ല മക്കളായിട്ട് എല്ലാവരും പഠിച്ച് നല്ല കുട്ടികളാകണം. എല്ലാവർക്കും എല്ലാം വായിക്കാനും എഴുതാനും എല്ലാം ഇപ്പോൾ അറിയാം. കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.